നമുക്ക് വീണ്ടും കോമ്പറ്റീഷൻ സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ കഴിഞ്ഞ ഷെഡ്യൂളില് നമ്മുടെ മാജിക് ബീറ്റ്സ് ആണ് പണപ്പെട്ടിയും കൊണ്ടുപോയത്, ഉക്കിലേലയും കൊണ്ടുപോയത്. അപ്പൊ നമുക്ക് ഈ തവണ അത് തിരിച്ചു പിടിക്കണം. UGS ഗോൾഡ് ലോൺ മിസ്റ്റിക് രാഗാസ് റെഡിയല്ലേ ചേച്ചി? പിള്ളേരെല്ലാം റെഡിയല്ലേ? ഇത്തവണ നമ്മൾ തിരിച്ചു പിടിക്കില്ലേ? സൂപ്പർ ഓർക്കസ്ട്ര മനോഹരം. സൂപ്പർ. താങ്ക് യു സൂപ്പർ ഓർക്കസ്ട്ര ആൻഡ് വെൽക്കം. ജഡ്ജസ്, നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യാം. അതിനു മുന്നേ നമുക്ക് എന്തായാലും ഈ ഒരു ഷെഡ്യൂൾ പുതിയ സ്റ്റാർട്ട് ആണല്ലോ. അപ്പൊ നമുക്ക് ഈ ഒരു കാര്യം മെൻഷൻ ചെയ്യാതെ നമുക്ക് പോകാൻ പറ്റില്ല. നമുക്ക് എല്ലാവർക്കും ഒരുപാട് നല്ല പാട്ടുകൾ പാടി നമുക്ക് എല്ലാവർക്കും സമ്മാനിച്ച, നമ്മൾ ഏറെ സ്നേഹിക്കുന്ന ആ മധുര ശബ്ദത്തിനുടമയായിട്ടുള്ള നമ്മുടെ ആശാ ഭോസ്ലെ മാം ഈ അടുത്ത് നമ്മളെ വിട്ടുപോയി. അപ്പൊ അത് ഭയങ്കര ഒരു വിഷമം ഉണ്ടായിരുന്നു. പെട്ടെന്ന് ഭയങ്കര സഡൻ ആയിരുന്നു. നമ്മൾ പെട്ടെന്ന് ഒരു ഷോക്കിംഗ് ന്യൂസിൽ ഇങ്ങനെ പെട്ടെന്ന് ആശാ ഭോസ്ലെ മാം പോയി എന്ന് അറിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഫുൾ മെമ്മറീസ് സൂപ്പർ സ്റ്റാർ ആണ്. കാരണം ഞാൻ ഇവിടെയാണ് മാമിന്റെ പാട്ടുകൾ കൂടുതൽ കേട്ടേക്കണേ. ഒരുപാട് സ്റ്റോറീസ് മാമിനെ കുറിച്ച് നമ്മളിവിടെ സംസാരിച്ചിട്ടുള്ളതും ഒരുപാട് നമ്മുടെ ഡിസ്കഷൻസ് സൂപ്പർ സ്റ്റാറിലായിരുന്നു. നമ്മൾ ഒരുപാട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ എന്തായാലും ജഡ്ജസിന് നമ്മളോട് ഷെയർ ചെയ്യാൻ പറ്റും. മെലഡി ക്യൂൻ. അതെ, അതാണ് ഒറ്റ വാക്കി പറഞ്ഞാല് ഇന്ത്യയുടെ മെലഡി ക്യൂൻ. എന്നെ സംബന്ധിച്ച് എൻ്റെ പേഴ്സണലായിട്ട് പറയുകയാണെങ്കിൽ എനിക്കൊരു മഹാഭാഗ്യമാണ് എനിക്കൊരു പാട്ട് ആശാജിയിലൂടെ പാടാൻ പറ്റിയത്. ഗർദിഷ് എന്ന ചിത്രത്തിൽ R.D. ബർമൻ മ്യൂസിക്കിൽ തുംജമിലി എന്ന് പറഞ്ഞ് തുടങ്ങുന്നൊരു പാട്ടുണ്ട്. അത് വലിയ ഭാഗ്യങ്ങളിലൊന്നാണ്. കാരണം ഒരു പാട്ടെങ്കിൽ ഒന്ന്, അത്രയേ ഉള്ളൂ. വലിയ കാര്യം, അത്രയേ ഉള്ളൂ. പിന്നെ ആത്മാവിന് നിത്യശാന്തി നേരുന്നു. കാരണം എന്നും ആശാജി ഓർമ്മിക്കപ്പെടും പാട്ടുകളിലൂടെ. മരണമില്ല. ആദരാഞ്ജലികൾ. ശരത് സർ, പോയെന്നറിഞ്ഞപ്പോൾ വല്ലാത്ത ഒരു വിങ്ങലായിരുന്നു മനസ്സിൽ. കാര്യം ഞാൻ പാട്ട് കേട്ട് പേടിച്ചു പോയ ഒരാളാണ് ആശാജി. പറയാതിരിക്കാൻ വയ്യ. ആ അമ്മയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏത് ജോണർ പാട്ടും പുല്ല് പോലെ പാടും. ഇപ്പോൾ ഗുലാം അലി സാബൊക്കെ കമ്പോസ് ചെയ്ത് ഗസൽസൊക്കെ അയ്യോ എന്ത് രസമാണ് അമ്മ പാടി വെച്ചേക്കുന്നത്. അതൊരു അസാധ്യ പാട്ടുകാരിയാണ്. നിങ്ങളൊന്നും കേട്ടിട്ടില്ലാത്ത, ഇപ്പം നിങ്ങളൊക്കെ ഇപ്പം പാറുവാണെങ്കിൽ പാറു കേട്ടിട്ടുള്ള ഹിറ്റ് പാട്ടുകളാണ് അമ്മയുടെ. അതിന് ഭീകര ഹിറ്റല്ലാത്ത ഒട്ടനവധി സംഗീതത്തിൽ എന്താ പറയണ്ട, അത് അത്രയ്ക്ക് പ്രാധാന്യമുള്ള ഒട്ടനവധി പാട്ടുകൾ വളരെ ആ അമ്മ പാടുന്ന കേട്ടാത്തൊന്നും ഇത് ഈസി അല്ലെന്ന്. ഒരു പല്ലവി പാടുമ്പോൾ അറിയാം നമ്മൾ അവിടെ നിന്ന് മൂക്കുകൊണ്ട് ഷായും മായും ഒക്കെ വരയ്ക്കുന്നത്. എനിക്ക് എൻ്റെ ഒരു ഒറ്റ വിഷമം ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു, അത് നടന്നില്ല. അത് ചെന്നൈയിൽ രാജാ സാറിന് പാടാൻ വരുമ്പോഴെങ്കിലും ഒന്ന് ഒളിച്ചെങ്കിലും പോയി ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു. പക്ഷേ അത് നടന്നില്ല. അപ്പം അതുപോലെ ഈ ശബ്ദം പോലെ വേറൊരു ശബ്ദവുമില്ല. പ്രണാം, വേറൊന്നുമില്ല. നിത്യശാന്തി നേരുന്നു. ഒന്ന് മാമിനെ ഞാൻ കണ്ടിട്ടില്ല, ഈ പാട്ടുകളിലൂടെ ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ പരിചയം. അപ്പം നേരിട്ട് കണ്ടിട്ടില്ലാത്ത ഒരാൾ നമ്മളെ വിട്ടു പോയി എന്ന് പറയുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു വിഷമമുണ്ടല്ലോ, ആ ഇമ്പാക്റ്റാണ് ഇവർ നമ്മുടെ എല്ലാവരുടെയും ലൈഫിൽ കൊണ്ടുവന്നേക്കണം. ഇവരുടെ പാട്ടുകളിലൂടെ വാട്ട് എവർ ഇറ്റ് ഇസ്, അവരുണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത്. ഇപ്പം ശരത് സാർ പറഞ്ഞ പോലെ എന്ത് പാട്ടും വഴങ്ങും. അപ്പം ഈ പറഞ്ഞ പോലെ പ്രണാമം വേറെ ഇപ്പം ഒന്നും പറയാനില്ല. എപ്പോഴും പറയുന്ന പോലെ തന്നെ ഇവരുടെ പാട്ടുകളിലൂടെ ജീവിച്ചുകൊണ്ടേയിരിക്കും. ചേച്ചി, ഞാൻ MG സാർ പറഞ്ഞ പോലെ അമ്മയുടെ പാട്ടുകളെന്ന് പറയുമ്പോൾ സാറിന് ആ ഒരു ഭാഗ്യം ആശാത്തായിയോടൊപ്പം പാടാനുള്ളൊരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. എനിക്ക് കിട്ടിയൊരു ഭാഗ്യം എന്ന് വെച്ചാൽ ഞാൻ മ്യൂസിക് പഠിക്കുന്ന പണ്ഡിറ്റ് രമേശ് ജൂലെ എന്ന് പറഞ്ഞ സാറ്, അദ്ദേഹത്തിൻ്റെ ശിഷ്യ കൂടിയായിരുന്നു ആശാത്തായി. അപ്പോൾ അങ്ങനെ ആശാത്തായിയെ നേരിട്ട് കാണാനും
ഒരുപാട് നേരം സംസാരിക്കാനും പാട്ട് കേൾക്കാനും ഒക്കെയുള്ളൊരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. നിറയെ പാട്ടുകൾ, ഇപ്പോൾ ആശാത്തായി പാടിയ പാട്ടുകൾ, ഇപ്പോൾ ഗസൽസ് ആയാലും സിനിമാ പാട്ടുകളായാലും ഏത് തരത്തിലുള്ള പാട്ട് ആ ശബ്ദത്തിൽ മനോഹരമാണ് കേൾക്കാൻ. അപ്പം അത്തരത്തിലുള്ള പാട്ടുകൾ കേട്ട് പഠിക്കാനും എനിക്ക് വലിയൊരു ഇഷ്ടമുള്ളൊരു കാര്യമാണ്. പല വേദികളിലും ഞാൻ ആശാത്തായിയുടെ പാട്ടുകൾ പാടിയിട്ടുണ്ട്. എനിക്ക് നിറയെ പാട്ടുകളാണ് ഓർമ്മ വരുന്നത്. ഇപ്പം ഇതാ ഈ മൈക്ക് പിടിച്ച് നിൽക്കുമ്പോൾ തന്നെ ആശാത്തായി ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞതായിരുന്നു, പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോൾ മരിക്കണം എന്നാണ് ആഗ്രഹം എന്നൊക്കെ. അപ്പം അവരുടെ ലൈഫ് ഫുൾ മ്യൂസിക്കാണ്. ശരിക്കും ആശാത്തായി നമ്മളോടൊപ്പം ഇല്ല എന്ന് കേൾക്കുമ്പോൾ ഒരു ഷോക്കിംഗ് ന്യൂസ് തന്നെയാണ്. അതുകൊണ്ട് അമ്മ പ്രണാമം. എന്നും ഞങ്ങളുടെ ഉള്ളിൽ ആ സംഗീതം നിലനിൽക്കും. ചേച്ചി, നമുക്കൊരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്താലോ? തീർച്ചയായിട്ടും. दीवाना हुआ बादल, सावन की घटा छाई, ये देख के दिल झूमा, ली प्यार में अंगड़ाई. दीवाना हुआ बादल, सावन की घटा छाई, ഇപ്പൊ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് ആശ മാമിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാം അല്ലേ? ഫുൾ എപ്പിസോഡ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും കോമ്പറ്റീഷൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോ ഈ തവണ ഈ ഷെഡ്യൂളില് UGS ഗോൾഡ് ലോൺ മിസ്റ്റിക് രാഗാസ് ആണോ, ഈസ്റ്റേൺ മാജിക് ബീറ്റ്സ് ആണോ നമ്മുടെ അമൃത് വേണിയുടെ പണപ്പെട്ടിയും ഉക്കിലേലയും കൊണ്ടുപോകാൻ പോകുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, ഇനി ശരത് സാർ, നമുക്ക് റൗണ്ട്സിലേക്ക് വരാം. ജഡ്ജസ്, അപ്പൊ ഈ ഷെഡ്യൂളില് നമുക്ക് 2 റൗണ്ട്സ് ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് റൗണ്ട് സ്വാപ്പ് റൗണ്ട്. അതായത് ബോയ്സ് വന്നിട്ട് പറയട്ടെ, ഞാൻ ഐക്കോണിക് ആയിട്ടുള്ള ഫീമെയിൽ സോങ്സ് ആയിരിക്കും പാടുക. അതുപോലെ ഗേൾസ് വന്നിട്ട് ഐക്കോണിക് ആയിട്ടുള്ള മെയിൽ സോങ്. അങ്ങനെ നമ്മളൊന്ന് സ്വാപ്പ് ചെയ്യാൻ പോവാണ്. ഓക്കെ, ഇനി രണ്ടാമത്തെ റൗണ്ട് ഭാവഗീതം. നമ്മുടെ ഭാവഗായകൻ P. ജയചന്ദ്രൻ സാറിന്റെ. ഓക്കെ, സാറിനെ ട്രിബ്യൂട്ട് ആയിട്ടുള്ള സാറിന്റെ ഒത്തിരി പാട്ടുകളായിരിക്കും നമ്മുടെ കുട്ടികൾ പാടും. അപ്പൊ 2 റൗണ്ട്സും സൂപ്പർ റൗണ്ട്സ് ആണ്. ഓൾ ദി ബെസ്റ്റ്. അതെ, അപ്പൊ നന്നായിട്ട് പാടണം. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് തന്നെ ഭാവഗീതം റൗണ്ടിലേക്ക് പോവാം. ഓക്കെ, അപ്പോ നമുക്ക് ഈസ്റ്റേൺ മാജിക് ബീറ്റ്സ് എന്ന് വിളിക്കാം. ചേച്ചി ഫസ്റ്റ് വിളിക്കാം. ഓക്കെ, സോ ലെറ്റ്സ് വെൽക്കം യെസ്. സന്ധ്യക്കെന്തിനോ സിന്ദൂരം, ചന്ദ്രികക്കെന്തിനോ വൈഡൂര്യം, കാട്ടാറിനെന്തിനു പാദസരം, എൻ കൺമണിക്കെന്തിനാഭരണം. സന്ധ്യക്കെന്തിനോ സിന്ദൂരം, ചന്ദ്രികക്കെന്തിനു വൈഡൂര്യം, കാട്ടാറിനെന്തിനു പാദസരം, എൻ കൺമണിക്കെന്തിനാഭരണം. സന്ധ്യക്കെന്തിനു സിന്ദൂരം. മായികമാകും മന്ദസ്മിതത്തിൻ്റെ മാറ്ററിയുന്നവരുണ്ടോ? മായികമാകും മന്ദസ്മിതത്തിൻ്റെ മാറ്ററിയുന്നവരുണ്ടോ? തങ്കമേ കൊതിക്കാത്ത തങ്കവും വൈരവുമുണ്ടോ? സന്ധ്യക്കെന്തിനു സിന്ദൂരം, ചന്ദ്രികക്കെന്തിനു വൈഡൂര്യം.
കാമുകനായ വസന്തം. ഭൂമിയിൽ സ്വർഗത്തിൻ ചിത്രം വരയ്ക്കുന്നു കാമുകനായ വസന്തം. എന്നെ കാവ്യഗന്ധർവനാക്കുന്നു സുന്ദരി, എന്നെ കാവ്യഗന്ധർവനാക്കുന്നു സുന്ദരി, നിൻ ഭാവഗന്ധം. സന്ധ്യക്കെന്തിനു സിന്ദൂരം, ചന്ദ്രികക്കെന്തിനു വൈഡൂര്യം, കാട്ടാറിനെന്തിനു പാദസരം, എൻ കൺമണിക്കെന്തിനാഭരണം. സന്ധ്യക്കെന്തിനു സിന്ദൂരം, ചന്ദ്രികക്കെന്തിനു വൈഡൂര്യം. Nice, Manu. Good, good. യെസ് ബ്യൂട്ടിഫുൾ. എന്ത് ഫീൽ ചെയ്താ യശ് പാടുന്നേ. ബീച്ചിലൊക്കെ ആണെങ്കിൽ യശ് കണ്ണടച്ച് ഇങ്ങനെ അങ്ങ് ഇരിക്കുക. ലിറിക്ക് ആലോചിക്കായിരുന്നു അതോ വേറെ എന്തെങ്കിലും ഒക്കെ ആലോചിക്കായിരുന്നു? ലിറിക്സ് ആലോചിച്ച് ഒരു വിഷ്വൽ ഓർത്ത് പാടുമായിരുന്നു. വിഷ്വൽ തന്നെയാണോ അതോ വേറെ ആരെങ്കിലും ആലോചിച്ചാണോ? എൻ കൺമണിക്ക് എന്തിന് ആഭരണം എന്നൊക്കെ പറയുന്നുണ്ട്. ഏതാണ് ആ കൺമണി? വരും ഇതെല്ലാം. ഏ യശ് തപ്പിത്തടയുന്നു. ബോംബെന്ന് വന്നു നാണിക്കുന്നു. അല്ല, ഏതോ ഒരു ഇമാജിനറി പേഴ്സൺ അങ്ങനെ വേണമല്ലോ, അത്ര ബ്യൂട്ടിഫുൾ ആയിരിക്കും. അപ്പം കൺമണിക്ക് എന്തിന് ആഭരണം. അതെ, സോപ്പിടാനുള്ള വരിയാ അത്. സി അങ്ങനെയൊക്കെ വിചാരിച്ചാൽ മാത്രമേ നോക്കാം അല്ലേ യശ്? ഞാൻ നിന്നെ സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു സർ. പക്ഷെ എവിടെയോ ഒന്ന് സ്റ്റക്ക് ആയിട്ടുണ്ട്. അല്ല, ഒരു സങ്കല്പം വേണം. പറയൂ, ബോംബെ അധോലോകത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു സുന്ദരി വന്ന് ചാടിയോ? ഇല്ല, അങ്ങനെയൊന്നും ഇല്ല. എന്തേലും ആവട്ടെ, സമയമാകുമ്പോ ഞങ്ങളോടൊക്കെ ഒന്ന് പറയണേ. ഓക്കെ, അത് മതി ഞങ്ങൾക്ക്. ഓക്കെ, ചോദിക്കാം നമുക്ക്. MG സർ. യശേ സർ, നല്ല സെലക്ഷൻ. അതാണ് Thank you, sir. ഏറ്റവും ആദ്യം പറയേണ്ട ഒരു കാര്യം. മോനും നന്നായിട്ട് പാടി. താങ്ക് യു സർ. താങ്ക് യു. അതിഗംഭീരമായിട്ട് കണ്ണടച്ച് ആരെ ആലോചിച്ചില്ലെങ്കിലും സന്ധ്യക്ക് എന്തിനാണ് വൈ ദൂര്യം എന്ന് പറഞ്ഞെങ്കിലും എന്തൊക്കെയാണെങ്കിലും നീ നന്നായിട്ട് പാടി. 1-2 സ്ഥലം ഫസ്റ്റ് 2 ലൈൻസ് എന്ന് പാടിക്കും. സന്ധ്യക്കെന്തിനു സിന്ദൂരം, പറഞ്ഞ ചന്ദ്രികയ്ക്ക് വരരുത്. ചന്ദ്രികക്കെന്തിനു വൈഡൂര്യം. നെക്സ്റ്റ്. കാട്ടാറിനെന്തിനു പാദസരം. അവിടെ പാദസരം, കാട്ടാറിനെന്തിനു പാദസരം. കുഴപ്പമില്ല. അടുത്ത്. എൻ കൺമണിക്കെന്തിനാഭരണം. നാഭരണം. ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ ആദ്യത്തെ വരുന്നുണ്ടോന്നു മാറ്ററിയുന്നവരുണ്ടോ അതിനകത്ത്? അതിൽ ലാസ്റ്റ് വരുന്ന ഉണ്ടോ ഇല്ലേ? ആ ഉണ്ടോയുടെ ഒരു സംഗതി ആദ്യം ഗരീരീസ എന്നുള്ള ആ നോട്ട് കറക്റ്റായിട്ട് വന്നില്ല. പക്ഷെ രണ്ടാമത് പാട്ട് ഇപ്പോൾ സൂപ്പറായിട്ട് വന്നു ചരണത്തിൽ കേട്ടോ. മൊത്തത്തിൽ നല്ല മനോഹരമായിരുന്നു, നല്ലൊരു വികാരമുണ്ടായിരുന്നു. ബാക്കി യു സാങ് ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. താങ്ക് യു സർ. താങ്ക് യു സർ. ശരത് സർ. യശേ സർ, അതിമനോഹരമായിട്ടുള്ള ഒരു പാട്ട്. ഓ, ഉഗ്രം പാട്ട്. പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട ജയേട്ടൻ പാടിയ പാട്ട്. ഓ, ഒരു അസാധ്യ പാട്ടുകാരൻ, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കാര്യം ഈ 2 രാഗത്തിൻ്റെ സ്വഭാവമുണ്ട് ഈ പാട്ടിന്, അറിയാമല്ലോ. പക്ഷെ അതാണ് അതിൻ്റെ ഒരു സുഖം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഏരിയ അതാണ്. ആ വരികൾ വന്നപ്പം അതിനനുസരിച്ച് പോയി. മണിക്കെന്ത് അതിൽ വേറൊരു ആഭരണം ഒരു ഇച്ചിരി കൂടെ നീട്ടു കേട്ടോ. ആഭരണത്തിൽ പൊത്തോന്ന് ഇടരുത്. സ്വർണത്തിനൊക്കെ എന്താ വില ഇപ്പൊ കേട്ടോ. അത് മാത്രം ഒന്ന് നോക്കിക്കൊള്ളുക. പിന്നെ ആ സിന്ദൂരം ആദ്യം പാടിപ്പോ സിന്ദൂരം അത്രയ്ക്ക് വന്നില്ല, വൈഡൂര്യമൊക്കെ. അപ്പൊ അത് പിന്നെ പാടിപ്പോ നന്നായി കേട്ടോ. ഞാനിത് അണ്ണൻ്റെ അടുത്ത് ഇവിടെ വൈഡൂര്യമൊക്കെ ആദ്യം ഒരെണ്ണം പ്ലാസ്റ്റിക് വൈഡൂര്യമായിരുന്നു, പിന്നെ ഒറിജിനൽ വന്നതെന്ന്. നന്നായിട്ട് പാടി കേട്ടോ യശേ, മനോഹരമായിട്ട് പാടി. താങ്ക് യു സർ. അവിടെ കുറച്ച് ഇച്ചിരി നീട്ട് കേട്ടോ. അതിൽ അവിടെ ഒരു വിഭ്രാട്ടമൊക്കെ ആവാം. അതുപോലെ ഈ ഭൂമിയിൽ സ്വർഗത്തിന് ചിത്രം വരയ്ക്കുന്നു കാമുകനായ വസന്തം. ആ സുന്ദരി എന്നെ
കാവ്യ അതൊന്നും പാടാമോ? ആ സുന്ദരി പാടിയാ മതി എനിക്ക്. എന്നെ കാവ്യഗന്ധർവനാക്കുന്നു സുന്ദരി. അത് ക്ലാരിറ്റി. ആ വിബ്രാട്ടോ വേണം. അല്ലല്ല, ക്ലാരിറ്റി ആ സാങ്. സുന്ദരിക്ക് സുന്ദരി ആവട്ടെ. സുന്ദരി. ആ ഇപ്പോഴും സുന്ദരി അല്ല, ചെറിയ അഴുക്കിനകത്തുണ്ട് സുന്ദരി. എന്നെ പുറത്തെടുക്കും. കാവ്യഗന്ധർവനാക്കുന്നു സുന്ദരി. ആ ഇപ്പൊ പിന്നെ കുഴപ്പമില്ല, അതിനൊരു ഒരു സൗന്ദര്യം വരട്ടെ കേട്ടോ. ഒരു അബ്രപ്റ്റ് എൻഡിങ്. സുന്ദരി എന്ന് പറയുമ്പോ അത് സുന്ദരിയല്ല, ഏതോ കടോൽ കഥന. അപ്പൊ അത് മാറ്റിക്കാണും കേട്ടോ. അതേ ഉള്ളു. ഇതൊക്കെ ഞാൻ യശന് കണ്ണ് കിട്ടാതിരിക്കാൻ പറഞ്ഞതാ, അല്ലെ ദൃഷ്ടി വെക്കും. ഇതൊക്കെ കുറച്ച് മൈനർ, നമ്മൾ കുറേയും കൂടെ ശ്രദ്ധിച്ചാൽ യഷ് കലക്കി പൊളിക്കേണ്ട ഏരിയ ആണ്, അതുകൊണ്ട് പറഞ്ഞത് കേട്ടോ. ഇതൊക്കെ താങ്ക് യു ചക്കര. താങ്ക് യു സർ. ചേച്ചി. യശ് മാം, നല്ല സോങ് സെലക്ഷൻ ആസ് യൂഷ്വൽ. യശന്റെ ആ ഒരു മെലഡിക് വോയിസ്, അതിന് പറ്റിയ ഒരു പാട്ട്. നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ. താങ്ക് യു മാം. അത് ഞാൻ അതന്നെ പോയിന്റ്സ് ഒക്കെ സെയിം MG സർ പറഞ്ഞത് തന്നെ ഞാൻ എഴുതി വെച്ചത്. ആ ഉണ്ടോ എന്നുള്ള അവിടെയാണ് കുറച്ച് ശക്തമായിട്ട് നമുക്ക് ഒരു ശ്രദ്ധ അങ്ങോട്ടേക്ക് തിരിഞ്ഞത്. അല്ലാതെ ബാക്കിയൊക്കെ മനോഹരമായിട്ട് പോയി. നല്ല രസമുണ്ടായിരുന്നു. സ്മൂത്ത് സിംഗിങ് ആയിരുന്നു. ശരിക്കും ഒരു പ്രണയ ഗാനം. നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ. മറ്റൊന്നും ഇതിൽ പറയാനില്ല. കാരണം യശ് നല്ലോണം ഇമ്പ്രൂവ് ആവുന്നുണ്ട്. അത് ഇനിയും അങ്ങനെ തന്നെ പോട്ടെ. ഈ വൈഡൂര്യം മാത്രമാണ് ഞാൻ എന്ന് വെച്ചാൽ പെട്ടെന്നൊരു വൈഡൂര്യം എന്ന് പറയുമ്പോൾ ഒരു പുതിയൊരു ന്യൂജൻ വൈഡൂര്യം. ആ വൈഡൂര്യം ഇടയിലൊക്കെയാണ് നോർമലൈസ് ആയത്. നല്ലൊരു ആ നോർമൽ സിംഗിങ്ങിന്റെ അകത്ത് വന്നത്. അല്ലാത്ത സ്ഥലത്തൊക്കെ ഒന്ന് പാടിയാ വൈഡൂര്യം. ചന്ദ്രികക്കെന്തിനു വൈഡൂര്യം. ആ വൈക്കൊരു ഇംഗ്ലീഷ് വൈ ഉണ്ട് വരുന്നു അതില്. അപ്പൊ അത് നല്ല ക്യൂട്ടാണ്. പക്ഷെ എന്നാലും അതൊന്ന് ശ്രദ്ധിക്കുക. കാരണം നമുക്ക് പ്രസിഡന്റ് പാടിയോ? കൺമണീന് വല്ല ഇംഗ്ലീഷ്കാരിയാണോ? പറയാൻ പറ്റില്ല ചിലപ്പോ. വല്ല മദാമയും പെട്ടാ. അതാ. എന്തായാലും നല്ലൊരു അറ്റംപ്റ്റ് തന്നെ. നല്ല പാട്ട് സെലക്ഷൻ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഗോഡ് ബ്ലെസ് യു. ക്യാപ്റ്റൻ. യെസ് സർ. ഞാൻ ആലോചിക്കുന്നത് ഈ ഒരു കമ്പോസിഷനെ പറ്റിയിട്ടാണ്. കാരണം ഇപ്പൊ ചെക്ക് ചെയ്തു ഞാൻ. മായ എന്ന് പറഞ്ഞ സിനിമ 1972 ഇറങ്ങിയത്. ഇപ്പം ഒരു കണ്ടസ്റ്റന്റ് അത് എടുത്ത് പാടണമെങ്കിൽ ആ ഒരു സോങ്ങിന്റെ സംഭവം ഉണ്ടല്ലോ. എന്താണ് ഇതൊക്കെ? നമ്മുടെ ആഗ്രഹങ്ങളാണ്. നമ്മള് ഒരു പാട്ടിറക്കി കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഒരു 50 വർഷമൊക്കെ കഴിഞ്ഞിട്ട് ആരെങ്കിലും ഒക്കെ എടുത്ത് പാടുമ്പോഴുണ്ടല്ലോ അമ്മു. അപ്പൊ എന്തായാലും യശ് ഇവര് കാര്യങ്ങളൊക്കെ പറഞ്ഞു. വൈഡൂര്യം അതൊരു വല്ലാത്ത വൈഡൂര്യമായിരുന്നു എന്ന് എനിക്ക് ഫീൽ ചെയ്തു. ബാക്കിയൊക്കെ നല്ല ഫീലൊക്കെ കൊടുത്തിട്ട് പാടിയിട്ട് പ്ലാൻസിന് കുറച്ച് റഷ് ഉണ്ട്. അത് ഒന്ന് കൺട്രോൾ ചെയ്യാൻ പഠിക്കണം. ഓക്കെ, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ദാറ്റ്സ് ഇറ്റ്. അത്രേ ഉള്ളൂ. ബാക്കിയെല്ലാം ഇവർ പറഞ്ഞു. ഓക്കെ സർ. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു സർ. യെസ്, കഴിഞ്ഞ തവണ ടോപ്പർ ആയിരുന്നു. ഉക്കുലേലേക്ക് കൊണ്ട് വീട്ടിൽ ചെന്നപ്പോൾ എന്ത് പറഞ്ഞു? വീട്ടിലെല്ലാവർക്കും കുറെ ഇഷ്ടപ്പെട്ടു. അത് നമ്മളൊരു ഗ്ലാസ് ഫ്രെയിമിൽ വെച്ച് ഒരു പിയാനോയുടെ മേളിൽ വെച്ചു. ഓക്കെ, നമുക്ക് മാർക്സ് ചോദിക്കാം. MG സർ. 9.3. താങ്ക് യു സർ. താങ്ക് യു സർ. താങ്ക് യു സർ. ശരത് സർ. ഇത്രയും പാടി. Why this much marks? 9.4. താങ്ക് യു സർ. താങ്ക് യു സർ. ഓക്കെ, ചേച്ചി. ഓക്കെ, യശിന്റെ മാർക്സ് ഇതാ. ഇത് ഞാൻ ആദ്യം പറഞ്ഞ മാർക്കാ. ഓക്കെ, യെസ്, ടോട്ടൽ 18.7. സൂപ്പർ. താങ്ക് യു. താങ്ക് യു. ജഡ്ജസ്. ഓൾറെഡി നമ്മുടെ ഇവിടെ ഒരു പാട്ട് വൈബ് ആണല്ലോ, മ്യൂസിക് വൈബ് ആണ്. ആ മ്യൂസിക് വൈബിന്റെ ഒപ്പം നമ്മൾ ഒരു സ്റ്റാർ വൈബിലേക്ക് പോകാൻ പോവാണ്. ഇപ്പൊ നിങ്ങൾ ആലോചിക്കും എന്താണ് ആ വൈബ് എന്ന്. ഞങ്ങൾ ആലോചിക്കും. നമ്മുടെ സൂപ്പർ സ്റ്റാർ സീനിയറിന്റെ വേദിയിൽ നമുക്കൊരു സ്പെഷ്യൽ ഗസ്റ്റ് വരാൻ പോവാണ്. ഓക്കെ, എപ്പോഴും നമ്മള് മ്യൂസിക് റിലേറ്റഡ് ആയിട്ടുള്ള ഗസ്റ്റുകളാണ് കൂടുതൽ നമ്മുടെ ഈ ഒരു വേദിയിൽ വരാറുള്ളത്. ഓക്കെ, ഇത് നമുക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ള ഗസ്റ്റ് എന്ന് പറഞ്ഞതിലുപരി നമ്മുടെ അമൃത ടിവിയുടെ ഒരു ഫാമിലി മെമ്പർ ആയിരുന്നു ആള്. ഓക്കെ, അതാണ് ഏറ്റവും വലിയൊരു സന്തോഷം. ചെറുതിലേ തൊട്ട് ഇവിടേക്ക് ഇങ്ങനെ ഓടി നടന്ന ഒരാളാണ്. അതെ, കുഞ്ഞിലേ. ഓക്കെ, അപ്പൊ നമുക്ക് വിളിക്കാം. എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ? ഇല്ല അല്ലേ? ഓക്കെ, നമ്മുടെയൊക്കെ ഫേവറേറ്റ് ആക്ടർ ഷെയ്ൻ നിഗം.
വെൽക്കം ടു സൂപ്പർ സ്റ്റാർ സീനിയർ. താങ്ക് യു. ഓ മൈക്ക് ഒളിപ്പിച്ചു വെച്ചേക്കായിരുന്നു. ഞാൻ ഓർത്തു ഷെയ്ൻ ഇനി എങ്ങനെ സംസാരിക്കും, മാസായിട്ട് പോക്കറ്റിൽ നിന്നൊക്കെ. ഷെയ്ൻ, ഹൗ ആർ യു? വെരി ഗുഡ്. എല്ലാവർക്കും ഹായ്. ഹലോ ചെറിയ ഷെയ്ൻ, ഏതാണ് പുതിയ ചിത്രം? ദൃഢം എന്നാണ് സിനിമയുടെ പേര്. ദൃഢം. ദൃഢം ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് മാർട്ടിൻ ജോസഫ് എന്ന് പറഞ്ഞൊരു പുതിയ ഡയറക്ടറാണ്. ജിത്തു ജോസഫ് സാറാണ് ഇതിന്റെ പ്രൊഡക്ഷൻ. ജിത്തു സാറിന്റെ അസോസിയേറ്റ് ആണ് മാർട്ടിൻ. അപ്പൊ ആ ഒരു ടീം തന്നെയാണ് ഇപ്പൊ ചെയ്തിരിക്കുന്നത്. ഷെയ്ൻ പോലീസ് ഓഫീസർ അല്ലേ? പോലീസ് ഓഫീസർ. ഓക്കെ, അപ്പൊ പോലീസ് ഓഫീസറായിട്ട് എനിക്ക് മൂന്നാമത്തെ സിനിമയാണ്. ആദ്യം വേല എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്തു. അതിലൊരു CPO ആയിട്ടായിരുന്നു. കൺട്രോൾ റൂമിൽ വർക്ക് ചെയ്യുന്ന ഒരാള്. പിന്നെ കൊറോണ പേപ്പർ പ്രിയൻ സാറിന്റെ കൂടെ ചെയ്തു. പിന്നെ മൂന്നാമത്തെ സിനിമയാണ്. ഇതിൽ SI വേഷം തന്നെയാണ്. കഥ വൈസ് നേരത്തെ ചെയ്ത 2 പടം പോലെ അല്ല. ഇതൊരു കംപ്ലീറ്റ്ലി ഒരു മർഡർ മിസ്റ്ററി രീതിയിലാണ് പോകുന്നത്. പക്ഷെ ഒരു പുതിയതായിട്ട് ചാർജ് എടുക്കുന്ന, ഏതൊരു ജോലിയിൽ ചാർജ് എടുക്കുന്ന ഒരു യുവാവിനും റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ജേണിയുള്ള ഒരു ക്യാരക്ടറാണ്. ആദ്യമായിട്ടൊരു ജോലി കയറുന്ന ഒരാളുടെ ഒരു ആത്മാർത്ഥതയും ഒരു എന്താ പറയാ, ഒരു പേടിയും എല്ലാം ഉള്ള അങ്കലാപ്പൊക്കെ ഉള്ള ഒരാളാണ്. അയാൾ എങ്ങനെ ഈ ഒരു പ്രശ്നത്തെ ഫേസ് ചെയ്യുന്നു എന്നുള്ളതാണ് ശരിക്കും ഈ സിനിമ. അപ്പോൾ ഷെയ്ൻ, എങ്ങനെ ഉണ്ടായിരുന്ന ഒരു പോലീസ് ഓഫീസർ ക്യാരക്ടർ ചെയ്യുമ്പോൾ? അപ്പോൾ ഓരോ ക്യാരക്ടറിനും അതിൻ്റെതായ ഹാർഡ് വർക്ക് ഉണ്ട്, എല്ലാത്തിനും അതിൻ്റെ ഒരു രീതി ഉണ്ടല്ലോ. അപ്പോൾ പോലീസ് ഓഫീസർ ക്യാരക്ടർ ഇപ്പോൾ മൂന്നാമത്തെ സിനിമയാണ്, എങ്ങനെ തോന്നുന്നു? അല്ല, പൊതുവെ ഒരു നമ്മുടെ ലൈഫിലും ഒരു ചെറിയൊരു OCD ബാധിക്കും ആ ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോൾ. നമ്മൾ കുറച്ചും കൂടെ ഒന്ന് സംസാരമൊക്കെ ഭയങ്കര അളന്ന് കുറിച്ച് സംസാരിക്കാൻ തുടങ്ങും. പിന്നെ ആ ഒരു ടൈമിൽ ചിലപ്പോൾ നമ്മൾ കുറച്ചും കൂടെ അടക്കം ചിട്ടയോടെ ഡ്രസ്സുകൾ വെക്കും. അതെനിക്ക് തോന്നുന്നത് അതിന്റെ ഒരു സബ് കോൺഷ്യസ് പ്രോസസ്സിന്റെ ഭാഗമായിട്ട് ഇത് ചെയ്യുന്നത് നല്ലതാണ്. ഡിസിപ്ലിൻ വരും ലൈഫിന് മൊത്തത്തിൽ. അത് ഞാനെന്താ ശ്രദ്ധിച്ചു തുടങ്ങിയായിരുന്നു. അത് ചെയ്യുന്ന ടൈമിലെല്ലാം എനിക്ക് അങ്ങനെ ഒരു ചേഞ്ച് വരാറുണ്ട്. പിന്നെ അങ്ങനെയാണെന്ന്, കാരണം ഒരു ക്യാരക്ടർ ആത്മാർത്ഥമായിട്ട് ചെയ്യുമ്പോഴത്തേക്ക് ആ സിനിമ കഴിഞ്ഞു കഴിഞ്ഞാലും കുറേ ദിവസത്തേക്ക് അത് നമ്മുടെ ശരീരത്തിൽ നിൽക്കും. അത് ഫോളോ ചെയ്യും. കാരണം വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ കഥാപാത്രവും ആ സ്ഥലവും നിങ്ങൾ ഷൂട്ട് ചെയ്ത ആ സ്ഥലവും ഒക്കെ ഒരു നൊസ്റ്റാൾജിക് ഫീൽ ആയിട്ട് നിൽക്കും. ഇനി അടുത്തൊരു പടത്തിൽ കയറുമ്പോഴാണ് അത് മാറുന്നത്. അപ്പൊ എന്തായാലും ഷെയ്ന്റെ ന്യൂ മൂവിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുകയായിരുന്നു. അപ്പൊ നമുക്ക് അതിന്റെ ട്രെയിലർ ഒന്ന് കാണാം. വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തൊരു ഏരിയ, നിനക്ക് തുടങ്ങാൻ പറ്റിയ സ്ഥലമാണ്. നമ്മുടെ സ്റ്റേഷനിലെ പുതിയ SI ആള് പയ്യനാണെങ്കിലും പോലീസ് ഡ്രസ്സിൽ നല്ല പേഴ്സണാലിറ്റിയാ. പിന്നെ അവിടെ വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ഇല്ല, എല്ലാരും നല്ല സഹകരണം. ഹലോ, കുഴിനത്തെ സ്വകാര്യ വ്യക്തിയുടെ കാട് പിടിച്ച പറമ്പിൽ നിന്നുമാണ് 30-നും 35-നും ഇടയിൽ പ്രായം വരുന്ന പുരുഷ മൃതദേഹം കണ്ടെത്തിയത്. പ്രതിയെക്കുറിച്ച് ഇതുവരെ ഒരു സൂചനയും കിട്ടിയിട്ടില്ല. പോലീസിന്റെ പിടിപ്പുകാരാണെന്ന് പറയുന്നുണ്ടല്ലോ. നിനക്ക് ഞാൻ ഒരാഴ്ചയും കൂടി സമയം തരും. അതിനുള്ളിൽ നിനക്ക് എന്തെങ്കിലും തെളിവ് ഉണ്ടാക്കാൻ പറ്റുവാണെങ്കിൽ ഉണ്ടാക്കാം. പറ്റില്ല സാറ്. പ്രതിയെക്കുറിച്ചുള്ള സൂചന ലഭിച്ചിട്ടുണ്ട്. എത്രയും വേഗം പിടിക്കുന്നതായിരിക്കും. തലേതാ വാലേതാന്നറിയാത്ത തന്നെയൊക്കെ കേസ് ഏൽപ്പിച്ച എന്നെ പറഞ്ഞാൽ മതിയല്ലോ. ഇന്നലെ എന്താ നടന്നത്? ഇന്നലെ രാവിലെ ഒരു സ്ത്രീ വന്നിരുന്നു. ഏകദേശം എത്ര പ്രായം വരും? 30-നും 35-നും ഇടയ്ക്ക് പ്രായം കാണും. ഇവിടെ നിന്നപ്പോൾ പുള്ളിക്കാരിക്ക് ഒരു കോൾ വന്നു. പോലീസുകാരെ ഉപദ്രവിക്കാൻ മാത്രം വളർന്നവൻ ആരായാലും അവനെ പൊക്കണം സാറേ. ഇനി ഇവിടെ കിടന്ന് ഷോ ഇറക്കി എല്ലാത്തിനും തൂക്കിയെടുത്ത് അതേ കിടന്നുരുന്നാണ്ട് കാര്യം പറയടാ. സൂപ്പർ. പിന്നെ ഇൻവെസ്റ്റിഗേഷൻ മൂവീസ് കൂടെ ആകുമ്പോ എല്ലാവർക്കും ഓക്കെ. ഷെയ്ൻ, ഇപ്പൊ എന്തായാലും ഇതിൽ ആ ബോഡിയൊക്കെ കാണുന്ന ഒരു സീൻ ഉണ്ടായിരുന്നു. നമ്മുടെ ന്യൂസിലൊക്കെ നമ്മൾ ഇത്തരം ന്യൂസുകളൊക്കെ കേൾക്കുന്നുണ്ട്. പക്ഷെ അങ്ങനത്തെ സീനൊക്കെ ഷൂട്ട് ചെയ്യുമ്പോ എങ്ങനെയായിരുന്നു ശരിക്കും? ഡമ്മി ആയതുകൊണ്ട് കുഴപ്പമില്ല. അല്ല, എന്നാലും നമ്മൾ ആ ഒരു പക്ഷെ അതിനെ ബിലീവബിൾ ആയിട്ട് തോന്നിപ്പിക്കുന്നിടത്താണ് ഒരു ശരിക്കും പറഞ്ഞ ഒരു ഫിലിം മേക്കറിന്റെ അല്ലെങ്കിൽ ആ ക്യാമറമാന്റെ എല്ലാം ഒരു എഫേർട്ട് എന്ന് പറയുന്നത്.
അപ്പൊ എല്ലാവരും പോയി കാണാം. നമ്മളെല്ലാരും എന്തായാലും ഞങ്ങൾ കാണും. കണ്ടിരിക്കും. താങ്ക് യു. പക്ഷേ ഞാനിവിടെ ഇൻട്രോയിൽ ഒരു കാര്യം പറയായിരുന്നു. ചെറുതിലേ തൊട്ട് അമൃത ടിവിയുടെ ഒരു ഫാമിലി മെമ്പർ ആയിരുന്നല്ലോ ഷെയ്ൻ. നമ്മുടെ സൂപ്പർ ഡാൻസറിലെ കണ്ടസ്റ്റന്റ് ആയിരുന്നു ഷെയ്ൻ. അതുപോലെ സൂപ്പർ സ്റ്റാറിലെ പണ്ടത്തെ സൂപ്പർ സ്റ്റാറിലും ഷെയ്ൻ ഓഡിഷന് വന്നിട്ടുണ്ട്. ആദ്യത്തെ ഓഡീഷനിൽ ഔട്ടായി. അത് നമ്മളിവിടെ സംസാരിക്കണം. പക്ഷെ ഷെയ്ൻ ഇന്ന് അമൃത ടിവിയിൽ ഗസ്റ്റ് ആയിട്ടാണ് ഷെയ്ൻ വന്നേക്കുന്നത്. ഓക്കെ ഷെയ്ൻ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു കണ്ടസ്റ്റന്റ് ആയിട്ടൊക്കെ വന്നിപ്പോ അമൃത ടിവിയിൽ ഗസ്റ്റ് ആയിട്ട് വന്ന് നിൽക്കുകയാണ്. അപ്പൊ അന്നത്തെ ആ ഒരു ഓർമ്മകളൊക്കെ ഒന്ന് നമ്മളോട് ഷെയർ ചെയ്യാമോ? അത് ശരിക്കും പറഞ്ഞാൽ 6th സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോഴായിരുന്നു ഫസ്റ്റ് സൂപ്പർ സ്റ്റാർ ജൂനിയറിന്റെ ഓഡീഷന് വന്നത്. അന്ന് ആക്ച്വലി എന്തായിരുന്നു ആ പ്രോസസ്സ്, എന്താണ് മൈൻഡിൽ ഓടിയതെന്നൊന്നും ഓർമ്മയില്ല. കാര്യം എൻ്റെ നെയ്ബർ അന്ന് പോയിരുന്നു പരിപാടിക്ക് പോകുന്നത് ആയിട്ട് അവർ രജിസ്റ്റർ ചെയ്തു. ആ സമയത്ത് എൻ്റെ ഉമ്മച്ചി പറഞ്ഞു നീയും പൊയ്ക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ വെറുതെ പോയതാ. പക്ഷെ ഫസ്റ്റ് റൗണ്ടിൽ ഔട്ട് ആയി. പക്ഷെ എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടായില്ല. ഞാൻ തിരിച്ചു വന്നു കഴിഞ്ഞ് ഇത് ടെലികാസ്റ്റ് ചെയ്യപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജഡ്ജസ് എന്നോട് നിർത്താൻ പറഞ്ഞിട്ട് ഞാൻ അത് അറിഞ്ഞില്ല, കേട്ടില്ല. ഞാനിങ്ങനെ വെറുതെ പാടിക്കൊണ്ടിരുന്നു. അപ്പം അതൊരു കോമഡി പോലെ ആയപ്പോൾ അത് അന്ന് തന്നെ വൈറലായിരുന്നു. സോഷ്യൽ മീഡിയ ഇല്ലാത്ത സമയത്ത് തന്നെ എൻ്റെ സ്കൂളിലൊക്കെ ഞാൻ പിന്നെ ചെല്ലുമ്പോഴത്തേക്കും എല്ലാവരും മറ്റേ കളിയാക്കണം. അപ്പോഴും എനിക്ക് മനസ്സിലായി ഇത് എന്താ സംഭവം എന്ന് മനസ്സിലായി. അങ്ങനെയാണ് ഇത് ടെലികാസ്റ്റ് ചെയ്യപ്പെട്ടു. അതാണ് അന്ന് നടന്ന സംഭവം. അന്നേ പോയി കഴിഞ്ഞു. പിന്നെ പിന്നെ അതിനുശേഷം നെക്സ്റ്റ് ഇയറിലാണ് സൂപ്പർ ഡാൻസർ ജൂനിയർ എന്ന് പറഞ്ഞ പരിപാടി. അപ്പൊ അതിലും ബേസിക് ആയിട്ടുള്ള സ്റ്റെപ്സ് കാര്യങ്ങളൊക്കെ പഠിച്ചു. ഞാൻ അങ്ങനെ ഡാൻസ് പഠിച്ചുകൊണ്ടിരുന്ന ഒരാളല്ല. അപ്പോൾ ആ ഒരു ഒറ്റ പെർഫോമൻസിനുള്ള ഒരു കാര്യം പഠിച്ചിട്ട് ചുമ്മാ ഇതേപോലെ മദറാണ് വിടുന്നത്, എന്താ പറയുക, എന്തോ ഒരു SMS ചെയ്ത് അന്ന് രജിസ്റ്റർ ഒക്കെ ചെയ്യണം. അതേപോലെ ചെയ്ത് ട്രിവാൻഡ്രത്തായിരുന്നു, അത് പോയി ഡാൻസ് ചെയ്തു. പക്ഷെ അത്ഭുതം പോലെ അന്ന് എന്നെ സെലക്ട് ചെയ്തു. എന്തത്ഭുതം സംഭവിച്ചത് പ്രശ്നമാണ്. പിന്നെ ഒരു സെമി ഫൈനൽ വരെയൊക്കെ ഉണ്ടായിരുന്നു ആ പ്രോഗ്രാമില്. അതിന്റെ കുറെ വീഡിയോസ് എനിക്ക് എപ്പോഴും ഉണ്ടാകും. എന്റെ ബർത്ത്ഡേക്കൊക്കെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം, അമൃതയുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഷെയർ ചെയ്തൊക്കെ കണ്ടിരുന്നു ഞാൻ. ഒരുപാട് സന്തോഷം. എല്ലാത്തിൻ്റെയും തുടക്കവും ആ ഡാൻസർ കോമ്പറ്റീഷനാണ് പിന്നീട് എനിക്കൊരു സീരിയലിലേക്ക് അവസരം കിട്ടിയത്. അപ്പോൾ എല്ലാത്തിൻ്റെയും തുടക്കം ഇവിടെ വെച്ച് തന്നെയായിരുന്നു. ഓക്കെ, അപ്പൊ എന്തായാലും ഒരു ഗസ്റ്റ് ആയിട്ട്, ഒരു ആർട്ടിസ്റ്റ് ആയിട്ട്, വലിയൊരു ആർട്ടിസ്റ്റ് ആയിട്ടാണ് ഇന്ന് ഷെയ്ൻ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. അപ്പൊ നമുക്ക് ഭയങ്കര പ്രൗഡാണ്. അപ്പൊ എല്ലാ സിനിമകളും ഭയങ്കര ഹിറ്റ് ആവട്ടെ. ആൻഡ് ചേച്ചി, നമുക്കൊരു പാട്ട് തിരിച്ച് ഡെഡിക്കേറ്റ് ചെയ്യാം ഷെയ്നിന്. Come on. 2, 3, 4. താങ്ക് യു സോ മച്ച്. താങ്ക് യു ചേച്ചി. എനിക്കൊന്ന് ഷെയ്ൻ ഏറ്റവും കൂടുതൽ ജീവിതത്തിൽ ചെയ്തിരിക്കുന്ന സ്റ്റെപ്പ് ഇതായിരിക്കും. അതുകൊണ്ട് ഉറക്കത്തിലും ഞാൻ സിനിമ ചെയ്തതിന് ശേഷം ഏറ്റവും കൂടുതൽ പിന്നെ ചെയ്തത് അത് ആദ്യം റിഹേഴ്സലിനേക്കാളും അതിന്റെ എനിക്ക് തോന്നുന്ന ഒരു ഇരട്ടി പിന്നീട് നമ്മൾ ഓരോ സ്റ്റേജുകളിലും ഇതേ സ്റ്റെപ്പ് നമ്മൾ ചെയ്തു. അതായത് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മുമ്പുള്ള ഒരു സിനിമകളിലും ഡാൻസോ അല്ലെങ്കിൽ അത്തരം എന്റർടൈൻമെന്റ് കാര്യങ്ങളൊന്നും നമ്മുടെ പടങ്ങളിൽ ഉണ്ടായിരുന്നില്ല. പക്ഷെ RDX വന്നതിന് ശേഷമാണ് എന്താണോ നമ്മളുടെ ഒരു ഡെസ്റ്റിനി എന്ന് പറയൂല, അതേപോലെ അത്രയധികം പിന്നീട് അങ്ങോട്ടുള്ള സിനിമകളിലും എല്ലാം നമുക്ക് ഡാൻസിനുള്ള ഒരു അവസരം കിട്ടി. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, അപ്പൊ എന്തായാലും വൺസ് അഗെയിൻ May 8 ഷെയ്ന്റെ ന്യൂ മൂവി ദൃഢം തിയേറ്റേഴ്സിലേക്ക് എത്തുന്നത്. അപ്പൊ എല്ലാരും പോയി എന്തായാലും കാണണം. ഇപ്പൊ നമ്മളെ ട്രെയിലറിൽ കണ്ട പോലെ തന്നെ ഒരു സൂപ്പർ മൂവി ആയിരിക്കും. എന്തായാലും ദൃഢം എന്ന സിനിമയ്ക്ക് എല്ലാവിധ ആശംസകളും. സൂപ്പർ ഡൂപ്പർ ഹിറ്റ് ആവട്ടെ. സൂപ്പർ ഹിറ്റ് ആവട്ടെ. സിനിമയിൽ പാട്ടുണ്ടോ ഷെയ്ൻ? ഈ സിനിമയിൽ അതാണ് ഒരു
ഐറണി എന്നുള്ളതല്ല, അതിന്റെ ഒരു പാരഡോക്സ് എന്ന് പറയാം. ഈ സിനിമയിൽ പാട്ടേ ഇല്ല. പക്ഷെ നമ്മള് നന്നായി പ്രൊമോട്ട് ചെയ്യാൻ വന്നിരിക്കുന്നത് ഒരു പാട്ടിന്റെ വേദിയിലാണ്. പക്ഷെ ഇത് കംപ്ലീറ്റ്ലി മ്യൂസിക്കൽ ആയിരിക്കും. ഒരു ത്രില്ലറിന് ഉറപ്പായിട്ട് മ്യൂസിക് ഉണ്ടാവും. ആവശ്യം ഉണ്ടെങ്കിൽ മതിയല്ലോ. ഈ സിനിമ അത് ഡിമാൻഡ് ചെയ്യുന്നില്ല, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ ഷെയ്ൻ നമ്മളുടെ കുറച്ചേരം സ്പെൻഡ് ചെയ്യാം. അപ്പൊ ജഡ്ജസ്, മാജിക് ബീച്ചിൽ നിന്നും യശ് ആണ് ഭാവഗീതം റൗണ്ടിൽ പാടാൻ വന്നത്. ഇനി ചേച്ചിയുടെ ടീമിൽ നിന്ന് മിസ്റ്റേക്ക് രാഗാസിൽ നിന്നാണ് പാടാൻ വരുന്നത്. സോ ലെറ്റ്സ് വെൽക്കം അർച്ചന. മലയാള ഭാഷ തൻ മാദക ഭംഗിനി മലർമന്ദഹാസമായി വിരിയുന്നു. കിളി കൊഞ്ചും നാടിൻ്റെ ഗ്രാമീണ ശൈലിനി ഒളിയില കരമുണ്ടിൽ തെളിയുന്നു. മലയാള ഭാഷ തൻ മാദക ഭംഗിനി മലർമന്ദഹാസമായി വിരിയുന്നു. കിളി കൊഞ്ചും നാടിൻ്റെ ഗ്രാമീണ ശൈലിനി പൊളിയില കരമുണ്ടിൽ തെളിയുന്നു. കളമൊഴി നീ പൊട്ടിച്ചിരിക്കുന്ന നേരത്ത് കൈകൊട്ടി കളിത്താളം മുഴങ്ങുന്നു. കളമൊഴി നീ പൊട്ടിച്ചിരിക്കുന്ന നേരത്ത് കൈകൊട്ടി കളിത്താളം മുഴങ്ങുന്നു. പരിഭവം പറഞ്ഞു നീ പിണങ്ങുമ്പോൾ കുരുവിതൻ പളുങ്കണിയൊച്ച ഞാൻ കേൾക്കുന്നു. മലയാള ഭാഷ തൻ മാദക ഭംഗിനി മലർമന്ദഹാസമായി വിരിയുന്നു. കിളി കൊഞ്ചും നാടിൻ്റെ ഗ്രാമീണ ശൈലിനി ഒളിയില കരമുണ്ടിൽ തെളിയുന്നു. മയിൽപീലി കണ്ണുകളിൽ മാരന്റെ മാനത്തിൻ മായാനിറമലരുന്നു. മയിൽപീലി കണ്ണുകളിൽ മാരന്റെ ശരങ്ങളിൽ മാനത്തിൻ മായാനിറമലരുന്നു. അരയെന്ന പിട പോൽ നീ ഒഴുകുമ്പോൾ അഷ്ടപതി മധുരവർണ്ണുഞ്ചിൽ നിറയുന്നു. മലയാള ഭാഷ തൻ മാദക ഭംഗിനി മലർമന്ദഹാസമായി വിരിയുന്നു. കിളി കൊഞ്ചും നാടിൻ്റെ ഗ്രാമീണ ശൈലിനി ഒളിയില കരമുണ്ടിൽ തെളിയുന്നു. മലയാള ഭാഷ തൻ മാദക ഭംഗിനി മലർമന്ദഹാസമായി വിരിയുന്നു. കിളി കൊഞ്ചും നാടിൻ്റെ ഗ്രാമീണ ശൈലിനി ഒളിയില കരമുണ്ടിൽ തെളിയുന്നു. നൈസ് മോളെ. ഗുഡ്. അർച്ചന, ബ്യൂട്ടിഫുൾ. ഇങ്ങനെ മലയാള മങ്കയായി ഇങ്ങനെ നല്ല സുന്ദരിയായിട്ട് വന്ന് നിക്കാണ് അല്ലേ? നല്ല രസമുണ്ടടാ കാണാൻ. താങ്ക് യു. എങ്ങനെ പാടിന്ന് തോന്നി? കുഴപ്പമില്ല. ചോദിക്കാം നമുക്ക്. ഓക്കെ, ശരത് സർ. അർച്ചന, സർ, അതിമനോഹരമായിട്ടുള്ളൊരു പാട്ട്, ബ്യൂട്ടിഫുൾ സോങ്. അത് പ്രത്യേകിച്ച് ഇത് ആരുടെ റൗണ്ടാണ്? ഇത് ഏത് റൗണ്ടാണ്? ട്രിബ്യൂട്ട് റൗണ്ടാണ്. ജയചന്ദ്രൻ സാറിന്റെ. ജയേട്ടൻ്റെ. ജയേട്ടന് ഏറ്റവും ഇഷ്ടപ്പെട്ട 2 കമ്പോസേഴ്സ് ആരൊക്കെയാണെന്ന് അറിയാമോ? എല്ലാവരും ഇഷ്ടമാണ്, എന്നാലും മുൻപന്തിയിൽ നിൽക്കുന്ന 2 പേര്. ദേവരാജൻ ദേവരാജൻ മാഷ്, പിന്നെ MS വിശ്വനാഥൻ സാർ.
കേട്ടോ. അപ്പോൾ ഇവരുടെ പാട്ടുകളെ പറ്റി പറയുമ്പോഴും ചേട്ടനങ്ങ് വാചാലനാവും. നല്ല ഉഗ്രം പാട്ട് സെലക്ഷൻ, നല്ല ഐശ്വര്യമുള്ള, അത് പ്രത്യേകിച്ച് കമാൺ എവരിബഡിയെ കാണാൻ ബ്യൂട്ടിഫുൾ ആയിട്ട്, ലുക്കിംഗ് സോ ഗുഡ്. പിന്നെ എനിക്ക് പറയാനുള്ളത് മലയാള ഭാഷ എന്ന് പറഞ്ഞതിൽ മാദക ഭംഗിയാണ്. മാദക, ഇപ്പം എല്ലാം മാതളത്തിൻ്റെ തായ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മാതക ഭംഗി, മാതക അല്ല മാദക, മാദക. അതുപോലെ നന്നായിട്ട് പാടി. എനിക്ക് ഭംഗി നിൻ അത് കേൾക്കണോടാ, അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ അത് കണക്ട് ചെയ്യത്തില്ല. നിൻ മലർമന്ദഹാസത്തിൽ വിരിയുന്നു എന്നല്ലേ, അപ്പോൾ അത് നിൻ ഷുഡ് സൗണ്ട്. അപ്പോൾ അതൊന്നും ഒന്ന് ആ ഒരു ലൈൻ മാത്രം ഒന്ന് പാടാം. മാദക ഭംഗി നിൻ. മലയാള ഭാഷ തൻ മാദക ഭംഗി നിൻ മലർ. ഓക്കെ, ഗുഡ്. നിൻ അതിൽ മാത കഴിഞ്ഞാൽ പിന്നെ കായാണ്, ഗായല്ല. മാദക അങ്ങനെ ആവരുത്, മാദക. അർച്ചന, ഈ കളമൊഴി ആ തുടങ്ങുമ്പോൾ എന്തോ ഒരു ഒരു സുഖക്കുറവുണ്ട്. നമുക്കത് കൃത്യമാക്കിയാലോ? കളമൊഴി നീ പൊട്ടി, നീ കളമൊഴി നീ പൊട്ടിച്ചിരിക്കുന്നു മതി. അത് പിന്നെ ഈ പളുങ്കണി ഒച്ച, അതെന്തിനാ കരയുന്നത് അവിടെ വരുമ്പോൾ? ഇത് പാത്തോസ് ആണോ ഇത്? പളുങ്കണി ഒച്ച ഞാൻ കേൾക്കുന്നു. പരിഭവം പറഞ്ഞു നീ പിണങ്ങുമ്പോൾ കുരുവിതൻ പളുങ്കണിയൊച്ച്. ഈ പളുങ്കണി ഒച്ച ഞാൻ കേൾക്കുന്നു. അങ്ങനെ വേണ്ട അത് കേട്ടോ. അപ്പം അതൊന്നും നോക്കിക്കോളൂ. അതെന്താണ് സംഭവിച്ചത് അവിടെ? പളുങ്കണി ഒച്ച ഞാൻ കേൾക്കുന്നു. പോരെ? അപ്പം അതൊന്ന് പാടാമോ സന്തോഷത്തോടെ? പരിഭവം പറഞ്ഞു നീ പിണങ്ങുമ്പോൾ കുരുവിതൻ പളുങ്കണിയൊച്ച് ഞാൻ കേൾക്കുന്നു. ഗുഡ് 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 ഗുഡ്, വെരി ഗുഡ്. നല്ല പാട്ടുകാരിയാണ് അർച്ചന, അതിന് നമുക്കൊന്നും ഒരു സംശയവുമില്ല. മറ്റേയൊക്കെ മനോഹരമായിട്ട് പാടി കേട്ടോ. ബ്യൂട്ടിഫുൾ ആയിരുന്നു അർച്ചന. കാര്യം ഈ പാട്ട് സെലക്ഷന് 177 മാർക്ക്. താങ്ക് യു സർ. ഓക്കെ, ഷെയ്ൻ, പാട്ട് ഇഷ്ടപ്പെട്ടോ? സൂപ്പറായിട്ട് പാടി. എനിക്ക് സത്യമായിട്ടും എനിക്ക് അങ്ങനെ ഇപ്പോൾ ശരത് സാറ് പറഞ്ഞത് എത്രത്തോളം ഇപ്പം ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ഒരു ലക്കല്ലേ, ഇങ്ങനെ ഗൈഡൻസ് കറക്റ്റായിട്ട് കിട്ടുന്നു. അതിനെ അങ്ങനെ തന്നെ കാണണം. അടുത്ത തവണ ഇപ്പോൾ ശരത് സാറ് പറഞ്ഞ ഓരോ പോയിന്റ്, ഇപ്പോൾ ബേസിക്കലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ലിറിക്കിനും ഓരോ മീനിങ് ഉണ്ടാവില്ലേ, അത് നിങ്ങൾ എക്സ്പ്രസ് ചെയ്യണ അനുസരിച്ചിട്ടായിരിക്കും കേൾക്കുന്ന ഒരു ഓഡിയൻസ് അത് കൂടുതൽ ഫീൽ ചെയ്യുക. ആ മീനിങ്ങും കൂടെ കിട്ടണമെന്നുള്ള ആണ് സാറ് പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായത്. അപ്പോൾ അത് കൂടുതൽ ശ്രദ്ധിക്കുക. എനിക്ക് ഞാനൊരു നോർമൽ ഓഡിയൻസ്, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നന്നായിട്ട് പാടി. സൂപ്പർ സൂപ്പർ സൂപ്പർ. കുറച്ച് ട്രെയിൻ ചെയ്താൽ ഷെയ്നെ ഇവിടെ ഇരുത്താം. എല്ലാം കറക്റ്റ് ആയിട്ട് പറയുന്നു. ബ്യൂട്ടിഫുൾ ഷെയ്ൻ, സൂപ്പർ സൂപ്പർ സൂപ്പർ. ഓക്കെ, എംജി സർ. അർച്ചന, നല്ല സെലക്ഷൻ. തുടക്കമൊക്കെ വളരെ രസമായിരുന്നു. ഈ പറഞ്ഞ പോലെ ഈ കൈകൊട്ടി കളിമേളം മുഴങ്ങുന്നു, അവിടാണ് അർച്ചനയ്ക്കൊരു ശക്കല ഒന്ന് തെന്നിപ്പോ. അതൊന്ന് പാടാവുന്നു. അവിടെ അവിടെ കൃത്യമായിട്ട് എടുത്തു. അവിടെ ഒരു ചെറിയൊരു ഇതുണ്ടല്ലോ, കളമൊഴി. നേരത്ത് കൈകൊട്ടി ഓക്കെ. പിന്നെ വരുന്ന ഇതുപോലെ തന്നെ കേൾക്കുന്നു, അത് കഴിഞ്ഞ് വന്ന് കേൾക്കുന്നു. പിന്നെ മധുരവർണ്ണ, അതെങ്ങനെയായിരുന്നു? അതൊന്ന് പാടാം. അവിടൊക്കെ തരിരാരി താരരേ തരിരാരി താര, അവിടെ ആ ഭാവം വരട്ടെ. ഗുഡ് ഗുഡ്. അതൊന്നും ഗുഡ് ഗുഡ് സൂപ്പർ. ടോട്ടലി നല്ലൊരു ചന്തമുണ്ടായിരുന്നു ഈ പാട്ട് കേൾക്കാൻ, കാണാനും കേൾക്കാനും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഗുഡ് ഗുഡ് ഗുഡ്. താങ്ക് യു സർ. ഷാനിക്ക. നല്ല ഐശ്വര്യമായിട്ട് അർച്ചന നിന്ന് പാടി.
താങ്ക് യു സർ, താങ്ക് യു. ഈ പറഞ്ഞ ഇവർ രണ്ടുപേരും ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു. എനിക്ക് മറ്റേ ഈ പളുങ്കണി ഒച്ചയുണ്ടല്ലോ, അവിടെ എനിക്കൊരു ഭയങ്കര ഒരു ഏങ്ങൽ പോലെ ഫീൽ ചെയ്തു. അത് മാത്രമേ ഉള്ളൂ ആ പാട്ടിൻ്റെ ആ ഒരു ഫീലിംഗ് ഒന്ന് മാറി നിന്നത്. ബാക്കി അർച്ചന പിന്നെ ശരങ്ങളിൽ രണ്ടാമത്തെ ശരം ഒരു 1.5 ശരമായിരുന്നു. വരികൾ മറന്ന് അത് പോട്ടെ, അത് നമുക്കങ്ങ് വിട്ടേക്കാം. പക്ഷെ അർച്ചന, യുവർ വോയിസ് ഒരു രക്ഷയില്ലായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു നമ്മുടെ മലയാള മണ്ണിൻ്റെ മണമുള്ള ഒരു പാട്ട്, ബ്യൂട്ടിഫുൾ കോമ്പോസിഷൻ, ഒന്നും പറയാനില്ല. നന്നായിട്ട് തന്നെ പാടി അർച്ചന. ഓൾ ദി ബെസ്റ്റ് കേട്ടോ. താങ്ക് യു ഷാനിക്ക. ക്യാപ്റ്റൻ അർച്ചന നന്നായി പാടിട്ടോ. നല്ല സ്റ്റാർട്ടിംഗ് ഒക്കെ നല്ല രസമുണ്ടായിരുന്നു, നല്ല വോയിസ് ടെക്സ്ചർ. ഇതിൽ എനിക്ക് തോന്നിയത് അർച്ചനയ്ക്ക് ഓൾറെഡി ഒരു മൈൻഡ് ബ്ലോക്ക് ഉണ്ട്. കാരണം അതെങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ള ഒരു ഡൗട്ടിലാണ് ഇപ്പം സാർ പാടിച്ച സമയത്ത് അത് മനോഹരമായിട്ട് പാടി. ഇത് ചിന്തിച്ച് പാടുന്നതുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രോബ്ലം വരുന്നത്. അല്ലാതെ യു ആർ എ ഫാന്റാസ്റ്റിക് സിംഗർ. എനിക്ക് ഇഷ്ടപ്പെട്ടു പാടിയത്, നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ, സുന്ദരിയായിട്ടുണ്ട്. താങ്ക് യു മാം. ഐ ലവ് യു. ഐ ലവ് യു ടു. താങ്ക് യു ചേച്ചി. ഓക്കെ, മാർക്സ് ചോദിക്കാം. ശരത് സർ 8.9 മാർക്സ്. താങ്ക് യു സർ. എം ജി സർ. അർച്ചന 8.9. താങ്ക് യു സർ. താങ്ക് യു സർ. ഷാനിക്ക. അർച്ചന താങ്ക് യു സർ. ഓക്കെ, സോ ടോട്ടൽ 17.8. സൂപ്പർ. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, അപ്പൊ അങ്ങനെ അർച്ചനയുടെ പാട്ടോട് കൂടി നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ്. അപ്പൊ അതിനു മുന്നേ നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റ് നമുക്ക് ഒന്നുകൂടെ വിളിക്കാം അല്ലേ? ഷെയ്ൻ. ഷെയ്ൻ, എങ്ങനെ ഉണ്ടായിരുന്നു അന്ന് ഓഡിഷൻ വന്ന അതേ റിയാലിറ്റി ഷോയില് ഗസ്റ്റ് ആയിട്ട് വന്നിരുന്ന പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞപ്പോ? ശരിക്കും ഇവരെ കാണുമ്പോൾ എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞാൻ പോയിരുന്ന ഒരവസ്ഥയെ അവരിപ്പോൾ പോകുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു. അതായത് ഒരുപാട് ടെൻഷനുള്ളൊരു സമയമായിരിക്കും. ഞാൻ ഇതിപ്പോൾ സീനിയേഴ്സാണ്, ഞാൻ പോയിരുന്ന ജൂനിയറും ആയിരുന്നു. അപ്പൊ ആ സമയത്ത് എന്ന് വെച്ചാൽ ഒരു സ്റ്റേജിൽ വന്നതിന് മുമ്പുള്ള കാലും കൈയുള്ള വേറെ ഉണ്ട്. അത് എനിക്ക് ഇപ്പോഴും അത് മറക്കാൻ പറ്റില്ല. ബേസിക്കലി എനിക്ക് ഇവിടെയുള്ള കണ്ടസ്റ്റൻസിനോട് പറയാനുള്ള ഒരു കാര്യമുള്ളൂ, നമ്മൾ എക്സ്പ്രസ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. നമ്മളുടെ കഴിവിൻ്റെ പരമാവധി ജസ്റ്റ് എക്സ്പ്രസ് യുവർ സെൽഫ്. ടെക്നിക്കലി പഠിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ എനിക്കറിയില്ല എത്രത്തോളം ഇതാണെന്ന്, പക്ഷെ നമ്മൾ പഠിക്കണം. പക്ഷെ അത് കഴിഞ്ഞ് നമ്മൾ പെർഫോം ചെയ്യുമ്പോൾ ജസ്റ്റ് എക്സ്പ്രസ് യുവർ സെൽഫ്. നമ്മളുടെ 100% ചെയ്യാന്നുള്ളതാണ്. ബാക്കി എന്തും ഈ ഭൂമിയിൽ നടക്കും. അത് ചിലപ്പോൾ നടക്കില്ല. അതെല്ലാം നല്ലതിനാന്ന് മാത്രം വിചാരിക്കാത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഷെയ്ൻ, സിനിമ സൂപ്പർ ഹിറ്റ് ആവട്ടെ. ഇനി വരാൻ പോകുന്ന സിനിമകളും സൂപ്പർ ഹിറ്റ് ആവട്ടെ.